നമസ്കാരം. തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്കായി വമ്പിച്ച തൊഴിലവസരം എത്തിയിരിക്കുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് രാജ്യത്തുടനീളം 10,000-ലധികം ഒഴിവുകളാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്ഥിരതയുള്ള ജോലിയും ആകർഷകമായ ശമ്പളവും റെയിൽവേ വാഗ്ദാനം ചെയ്യുന്ന വളരെ വൈവിധ്യമാർന്ന ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട്. ഇവയെല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷത്തെ ഏറ്റവും വലിയ വിജ്ഞാപനങ്ങളിൽ ഒന്നായ റെയിൽവേയുടെ ഈ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ മെയ് 15 മുതൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങും. തീയതികൾ മറക്കാതിരിക്കാൻ ഉദ്യോഗാർത്ഥികൾ ഇനി പറയുന്നതെല്ലാം ഒന്ന് കുറിച്ചു വെച്ചോളൂ. കാരണം ഏതെല്ലാം ദിവസങ്ങളാണെന്ന് മറക്കരുത്. പൂർണ്ണ വിജ്ഞാപനം വരുന്നത് 2026 മെയ് 14-നാണ്. വിജ്ഞാപനം വന്ന അന്ന് തന്നെ അത് വ്യക്തമായി വായിച്ച് അതിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തെല്ലാമാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ, ഇവയെല്ലാം വ്യക്തമായി മനസ്സിലാക്കുക. ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്നത് 2026 മെയ് 15-നാണ്. അപ്പോൾ മെയ് 15-ന് തന്നെ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2026 ജൂൺ 14 രാത്രി 11:59 വരെയാണ്. അപ്പോൾ ഇത്രയും നേരം ജൂൺ 14 രാത്രി 11:59 വരെ സമയമുണ്ടല്ലോ എന്ന് കരുതി കാത്തിരിക്കേണ്ട. കാരണം ഒരുപാട് പേര് അപേക്ഷിക്കുന്നുണ്ടാകും. 11,000-ലധികം ഒഴിവുകളുള്ള തസ്തികയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മെയ് 15-ന് അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ ആ സമയം തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രദ്ധിച്ചോളൂ. കാരണം മെയ് 15 എല്ലാം കഴിഞ്ഞ് ജൂൺ 14 ആകുമ്പോഴേക്കും സെർവർ ബിസി ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് ഒട്ടും വൈകിക്കേണ്ട. മെയ് 15-ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ആകെ ഒഴിവുകൾ എന്ന് പറയുന്നത് 11,127 ഒഴിവുകളാണ് ഉള്ളത്. അപ്പോൾ ധാരാളം ഒഴിവുകളുണ്ട്, രാജ്യത്തുടനീളമാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഇതിൽ നിന്നൊരു പോസ്റ്റ് കിട്ടുന്നത് വളരെ എളുപ്പമാണ്. രാജ്യത്തെ വിവിധ റെയിൽവേ ബോർഡുകളായ ഡൽഹി, മുംബൈ, കൊൽക്കത്ത എന്നിവ വഴിയാണ് ഈ ബൃഹത്തായ നിയമന പ്രക്രിയ ഏകോപിപ്പിക്കുന്നത്. 7th പേ കമ്മീഷൻ പ്രകാരം ലെവൽ 2 വിഭാഗത്തിൽപ്പെടുന്ന ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 19,900 രൂപയാണ് അടിസ്ഥാന ശമ്പളം, ബേസിക് പേ ആയിട്ട് ലഭിക്കുന്നത്. ഇതിന് പുറമെ DA ഉണ്ട്, HRA ഉണ്ട്, പിന്നെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന പെൻഷൻ, കുടുംബാംഗങ്ങൾക്കുള്ള മികച്ച മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ ജോലിയെ കൂടുതൽ ആകർഷകമാക്കുന്നു. കാരണം കേന്ദ്ര ഗവൺമെൻറ് ജോലിയാണ്, ധാരാളം അപേക്ഷകരുണ്ടായിരിക്കും. അതിനൊപ്പം തന്നെ ആനുകൂല്യങ്ങളും ധാരാളമുള്ള ഒരു പോസ്റ്റാണിത്. 8ാം ശമ്പള കമ്മീഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ 8ാം ശമ്പള കമ്മീഷൻ വന്നാൽ ശമ്പളം 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി പറയുന്ന സാങ്കേതിക യോഗ്യത ഇതിന് അപേക്ഷിക്കുന്നതിന് ആവശ്യമാണ്. 10ാം ക്ലാസ് വിജയം വേണം. അതിനോടൊപ്പം അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയായിരിക്കണം. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയ ട്രേഡുകളിൽ ഏതിലെങ്കിലും ITI കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയായിരിക്കുകയും വേണം. ഇതിനൊപ്പം മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കുന്നവർക്ക് അപേക്ഷിക്കാം. എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കും അപേക്ഷ നൽകാവുന്നതാണ്. പ്രായപരിധി 2026 ജൂലൈ 1 അടിസ്ഥാനമാക്കി കുറഞ്ഞ പ്രായം 18 വയസ്സ്, പരമാവധി പ്രായം 30 വയസ്സുമായിരിക്കും. OBC വിഭാഗക്കാർക്ക് 3 വർഷവും SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ 5 ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത്. ഏറ്റവും മികച്ച ഉദ്യോഗാർത്ഥികളെയാണ് റെയിൽവേക്ക് വേണ്ടത്. അതുകൊണ്ട് 5 ഘട്ടങ്ങളിലായിട്ടുള്ള പരീക്ഷകൾ ഉണ്ടായിരിക്കും. ആദ്യത്തെ സ്റ്റേജ് CBT ആണ്, കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രാഥമിക പരീക്ഷയാണത്. അതിനുശേഷം CBT 2 ഉണ്ട്, സെക്കൻഡ് സ്റ്റേജ് CBT ഉണ്ട്. വിഷയസംബന്ധമായ ആഴത്തിലുള്ള അറിവ് പരിശോധിക്കുന്ന 2ാമത്തെ പരീക്ഷയാണിത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത അഭിരുചി പരീക്ഷയാണ് അടുത്തത് വരുന്നത്. സൈക്കോ ടെസ്റ്റ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അതിനുശേഷം സർട്ടിഫിക്കറ്റ് പരിശോധനയുണ്ട്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എല്ലാം നടത്തും. യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പരിശോധനയാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. അതിനുശേഷം മെഡിക്കൽ പരിശോധനയുണ്ട്. റെയിൽവേയുടെ കർശനമായ ശാരീരിക ക്ഷമത നിലവാരം പരിശോധിക്കും. ഇനി അപേക്ഷിക്കേണ്ടത് താല്പര്യമുള്ളവർക്ക് rrbapply.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ആവശ്യമായ വിവരങ്ങൾ നൽകി ഫോട്ടോയും സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യുക. ജനറൽ OBC വിഭാഗക്കാർക്ക് 500 രൂപയാണ് ഫീസ്. SC/ST, സ്ത്രീകൾ എന്നിവർക്ക് ഫീസ് ഇളവുകൾ ലഭ്യമാണ്. അത് വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ വൻ അവസരം പാഴാക്കരുത്. മെയ് 15 മുതൽ അപേക്ഷിക്കാൻ തയ്യാറെടുക്കുക. മെയ് 15-ന് തന്നെ അപേക്ഷിക്കാൻ പറ്റുന്നവർ അന്ന് തന്നെ അപേക്ഷിക്കുക.
കൂടുതൽ വിവരങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ചയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കും. ഒപ്പം നിങ്ങൾക്ക് വളരെ ശോഭനമായ ഒരു ഭാവിയും ഉണ്ടാകും. അതുകൊണ്ട് ഈ വന്ന അവസരം കളയാതെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നവരെല്ലാം, അതേ യോഗ്യതകളുള്ളവരെല്ലാം തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കൂ. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.